യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിൽ കൂടുതൽ സമയം തന്റെ ശിഷ്യന്മാരുമായി ചെലവഴിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സുവിശേഷത്തിൽ സഭ എന്നുള്ള പദം ആകെ പറഞ്ഞിരിക്കുന്ന ഏക അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. കർത്താവ് ആദ്യകാലങ്ങളിൽ ശുശ്രൂഷിച്ചതായ കഫർന്നഹൂമിലെ ഒരുപക്ഷെങ്കിൽ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ആ ഭവനത്തെ കേന്ദ്രീകരിച്ചായിരുന്നു മിക്കപ്പോഴും കഫർന്നഹൂമിലെ ശുശ്രൂഷകൾ കർത്താവ് ചെയ്തത്. അവിടെയായിരിക്കാം ഒരുപക്ഷെ കർത്താവിന് ഒരു വിശ്രമ സ്ഥലമായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി അമ്മായിയമ്മയും ഒക്കെ അവിടെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി, അന്നത്തെ പല വീടുകളും പോലെ തന്നെ ഒരു വിശാലമായ കുടുംബ പശ്ചാത്തലം അവിടെ കർത്താവിന് കൂടെ വരാനുള്ളതായ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആത്മീയ കൂടിയ ചിലരൊക്കെ പഠിപ്പിക്കുന്ന പോലെ എല്ലാം വിറ്റിട്ടങ്ങ് ഇറങ്ങി പോവല്ലായിരുന്നു. പത്രോസ് ഇറങ്ങി കഴിഞ്ഞിട്ടും പിന്നെയും യേശു കർത്താവും പത്രോസും ശിഷ്യന്മാരുമായിട്ട് പിന്നെയും കൂടെ പത്രോസിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അവിടെ ഉള്ള ശുശ്രൂഷകൾ അവരനുഭവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ കുടുംബ ബന്ധങ്ങൾ കർത്താവ് അനേക ഇടങ്ങളിലും അങ്ങനെയുള്ള കുടുംബങ്ങളുമായിട്ടാണ് കർത്താവ് ആത്മീയ ശുശ്രൂഷയിൽ തന്റെ വിശ്രാമ സ്ഥലങ്ങളായിട്ട് കർത്താവ് കണ്ടെത്തിയിരുന്നത്. ആ പ്രത്യേക സ്ഥലത്ത് വീണ്ടും ആയിരിക്കുന്ന, അല്ലെ ഒരുപക്ഷെ അവസാനമായി ആയിരിക്കുന്ന ആ സമയത്താണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. കർത്താവ് ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് തന്റെ ശിഷ്യന്മാരെ ഒരുക്കുന്ന സമയത്ത് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ആത്മീയ ദർശനം പല കാര്യങ്ങളിലും ഉന്നതമായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരുടെ വളർച്ചയുടെ പാരമ്യത്തിൽ ഏതാണ്ട് എത്തിയ സമയം, 3.5 വർഷത്തെ പ്രത്യേകമായ ട്രെയിനിങ്ങിന്റെ ക്ലോസിംഗ് ടൈമിലേക്ക് വന്ന സമയത്ത് പല കാര്യങ്ങളിലും കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച ശിഷ്യന്മാർ കർത്താവിനോട് കൃത്യമായി തങ്ങളുടെ ആത്മീയ വളർച്ചയിൽ സന്തോഷിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് 2ാമത്തെ ചോദ്യമാണ് നമ്മൾ അവിടെ വായിച്ചത്. അതിന്റെ 1-ാം വാക്യത്തിൽ അതിന്റെ 1-ാം ചോദ്യം ചോദിക്കുന്നു. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാരെന്ന് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, കർത്താവ് പറയും, ഓ നിങ്ങൾക്ക് അങ്ങനെ നല്ലൊരു ദർശനം കിട്ടിയല്ലോ, സ്വർഗരാജ്യത്തിലെ വലിയവരെ കുറിച്ച് അന്വേഷിക്കാൻ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെന്ന് വലിയവരാകാനാണല്ലോ, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമെന്നാണ് ശിഷ്യന്മാര് വിചാരിച്ചു. പക്ഷെ അവര് വിചാരിച്ച പോലെ അല്ല. കർത്താവ് നേരെ തിരിച്ചാണ് സംസാരിച്ചത്. കർത്താവ് സംസാരിച്ചത് സ്വർഗരാജ്യത്തിൽ വലിയവരാരാണ് എന്ന ചിന്താഗതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ സ്വർഗരാജ്യത്തിൽ കേറാൻ സാധ്യതയില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ എനിക്ക് എങ്ങനെ വലിയവനാകാം? അതിനുള്ള വഴി എന്താണ്? കാരണം 2 ശിഷ്യന്മാർ ഇതിനോട് വളരെ അടുത്ത സമയത്താണ് അമ്മ കയ്യെ പിടിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ അടുത്ത് എന്ന് പറഞ്ഞത്, എന്റെ ഈ മോൻ വലത്ത് വിരിക്കണം, ഈ മോൻ ഇടത്ത് വിരിക്കണം. കർത്താവിന് സ്തോത്രം. അപ്പോൾ അമ്മയുടെ ആഗ്രഹം, മക്കളുടെ ആഗ്രഹം, ഇങ്ങനെ ഈ ആഗ്രഹങ്ങളെല്ലാം ദൈവരാജ്യത്തോട് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവിടെ എല്ലാം അവരെ തിരുത്തുക. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, റെക്കമെൻഡേഷനിൽ കൂടെ കൊടുക്കാൻ പറ്റുന്ന സ്ഥാനമാനങ്ങളൊന്നും അല്ല. സ്വർഗരാജ്യത്തിൽ റെക്കമെൻഡേഷൻ പ്രകാരം കൊടുക്കാൻ പറ്റുന്നതൊന്നും അവിടെ ഇല്ല. ആർക്ക്? ദൈവപുത്രന് പോലും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊന്നും അവിടെ ഇല്ലെന്ന്. പ്രാപിക്കാൻ
കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുക, PFGയിലെ വലിയ ആളാണ്. അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ പോകത്തില്ലെന്ന് ഉറപ്പായി. ഇവിടെ പോകത്തില്ലെന്ന്, സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് ഉറപ്പായി. ആരുടെയും മനസ്സിൽ അങ്ങനെ വല്ല ചിന്താഗതി ഉണ്ടെങ്കിൽ, ഞാനല്ല വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ആരാണെന്ന് പോലുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കരുത്. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. കർത്താവിന്റെ സ്തോത്രം. പലപ്പോഴും മനുഷ്യന്റെ അകത്ത് കിടക്കുന്ന പല നിഗളങ്ങളും ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടായാലും ആ നിഗളങ്ങളെ ആത്മീയ പശ്ചാത്തലത്തിൽ കാണാൻ ഉള്ള കഴിവില്ലാതെ പോകുന്നു. ഞാൻ ഇവിടുത്തെ സീനിയർ പാസ്റ്റർ. ആ വിശ്വാസി എന്നോട് സംസാരിച്ചത് സീനിയർ പാസ്റ്റർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തോണ്ടാണോ എന്ന ചിന്താഗതി എന്റെ അകത്തുണ്ടെങ്കിൽ ഇവിടുത്തെ സീനിയർ ആകത്തേ ഉള്ളൂ, അങ്ങോട്ട് ചേർത്ത് പോലും ഇല്ലെന്നാണ്. ഇവിടെ ഇരിക്കുന്ന ആരുടെ അകത്ത് എനിക്ക് എന്റെ സ്ഥാനത്തിനും എന്റെ സ്ഥിതിക്കും പറ്റിയ അളവിൽ ഈ സഭ എന്നെ അംഗീകരിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ എന്ന ചിന്ത ഒരെണ്ണത്തിന്റെ പോലും അകത്ത് കയറാൻ അനുവദിക്കരുതേ. ആ ചിന്ത കൊണ്ടുവരുന്നത് ആ വല്ലാത്തവൻ കൊണ്ടുവരുന്ന ചിന്തയാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പണ്ടത്തെ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ സ്വർഗരാജ്യത്തിൽ ഓരോരുത്തർക്ക് ഇത്ര ഏക്കർ കിട്ടുമെന്നൊക്കെ പ്രസംഗിച്ചത് ഞാൻ പണ്ട് കേട്ടു. അവരെയൊക്കെ ഇഷ്ടമാണ്, അവരോട് ബഹുമാനമാണ്. എന്നാലും അവർ പറഞ്ഞതിനോട് എനിക്ക് താല്പര്യം. അവിടെ ആർക്ക് ഏക്കർ കൊടുക്കുന്ന സ്ഥലമല്ല, ആരുടെയും കയ്യിൽ പ്രമാണമൊന്നും തരത്തില്ല. അതൊരു വേറെ ഒരു സ്ഥലമാണ്. ഈ ഗണത്തിലെങ്ങും പെടുന്നതല്ല. അവിടുത്തെ സിസ്റ്റം എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടുത്തെ ഈ സ്ഥിതി അനുസരിച്ച് അവിടുത്തെ ഒന്നും കാണാനിടയാകരുത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്ന് നമുക്ക് ജയിച്ച് ഒത്തിരി മുന്നേറേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പിന്നെയും പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് സംസാരിക്കുന്ന അടുത്ത കാര്യം, ആ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന അടുത്ത കാര്യമാണ്. അപ്പോൾ പത്രോസ് അടുത്ത് വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? കാരണം പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല 1, 2, 3, 4 എത്ര വരെ വേണമെന്നുള്ള കാര്യം പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന റബ്ബിമാരെ അവർ വ്യാഖ്യാനിച്ചു 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. സഹോദരൻ നിന്നോട് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ നീ 3 പ്രാവശ്യം അവനോട് ക്ഷമിക്കണം. പിന്നെയും അവൻ അതേ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ മാനസാന്തരപ്പെട്ടോൻ. അതുകൊണ്ട് പിന്നെ അവനോട് ക്ഷമിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് റബ്ബിമാർ പഠിപ്പിച്ചത്. ഇന്ന് ജബീഷൻ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തോട് നിങ്ങളോട് പറയാ, ഞാൻ ഗ്രാജുവേറ്റ് ആകുന്ന സഭയിൽ ചെന്ന് എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം ഒരു പ്രത്യേക സ്ഥാനം തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. കർത്താവിന്റെ സ്തോത്രം. വേറെ യാതൊരു സ്ഥാനവും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഹല്ലേലൂയ. നിങ്ങളാരും ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ മക്കളായ തന്റെ പ്രിയ ശിഷ്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കർത്താവിന്റെ സ്തോത്രം. 7 വട്ടം മതി. അപ്പോൾ പത്രോസ് വിചാരിച്ചു, ഞങ്ങളെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ യേശു കർത്താവിനും അറിയാം 3 വട്ടം മതി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 4 കൂടെ കൂട്ടി 7 എന്ന് പറഞ്ഞാൽ യേശു കർത്താവ്, ഓ പ്രൈസ് ദി ലോർഡ്, നീ ആടാ ആത്മീകൻ എന്ന് പറയുമെന്നാണ് പത്രോസ് വിചാരിച്ചത്. കർത്താവ് നേരെ തിരിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. 70 വട്ടം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത്, ദൈവവേദലേ, നീ കണക്ക് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ല ആത്മീയ വിഷയങ്ങൾ. ആത്മീയ വിഷയങ്ങൾ കണക്ക് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളല്ല.
നീ ആത്മീകനായി കഴിയുമ്പോൾ ആ കണക്ക് നോക്കുന്ന സ്വഭാവത്തിന് വ്യത്യാസം വരും. സ്വാർത്ഥത ജീവിതത്തിൽ കയറി പിടിച്ചു കഴിയുമ്പോഴാണ് എല്ലാത്തിനും കണക്ക് നോക്കുന്ന സ്വഭാവം. സ്വാർത്ഥതയിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിഞ്ഞാൽ, ആത്മീക സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ കണക്ക് നോക്കുന്ന സ്വഭാവത്തിന് വ്യതിയാനം വരും. കർത്താവിന് സ്തോത്രം. ആ വ്യതിയാനം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ. കർത്താവ് ദൈവമക്കളായ നമ്മളോട് എല്ലാവരോടും പറഞ്ഞു, നമ്മളെല്ലാവരും ക്ഷമിക്കുന്നവരായിരിക്കും. കർത്താവിന് സ്തോത്രം. നമ്മുടെ മലയാള ഭാഷയിൽ ഒരു പറച്ചിലുണ്ട്, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകൾ. നിങ്ങളുടെ പഴയ കിണറിനകത്ത് സാധാരണ ഒരു 10 അരിഞ്ഞാണം കാണും. 10ാമത്തെ അരിഞ്ഞാണം കഴിയുമ്പോൾ ഒരു നെല്ലിപ്പലക അവിടെ ഇട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് കിണറ് ഇല്ല. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞേക്കുക, 1-2 പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ വന്നു, ഞാൻ നെല്ലിപ്പലകയിൽ വന്ന് നിൽക്കുക. ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് എന്തും സംഭവിക്കാം എന്നാണ്. നെല്ലിപ്പലകയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും സംഭവിക്കാം. കർത്താവിന് സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ മക്കളോട് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവിന്റെ മക്കളെ, ആത്മീയമായ അനുഭവങ്ങൾക്ക് നെല്ലിപ്പലക എന്ന് പറയുന്ന ഒന്നില്ല. ലാസ്റ്റ് പോയിന്റ് ആണ് എന്ന് പറയുന്ന ഒന്ന് അതിന് ഇല്ല. കർത്താവ് നിരന്തരം അനേക ആത്മീയ പ്രമാണങ്ങൾ ദൈവമക്കൾക്ക് കൊടുത്തിട്ട് അവരോട് പറയുക, ഈ ആത്മീയ പ്രമാണങ്ങളെ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്താണ്, എവിടം വരെ എന്ന് ഒരു ദൈവവൈതലിനെ ചിന്തിക്കാനോ അന്വേഷിക്കാനോ അനുവാദമില്ല. കർത്താവ് അതിനൊരു ഉപമയോടെ പറഞ്ഞ് പഠിപ്പിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഉപമ, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. സ്തോത്രം. കർത്താവ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. മഹാദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, എന്റെ പിതാവ് അല്ലെങ്കിൽ ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം നമ്മൾ വായിക്കുന്നു, ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുക, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ഇനി അടുത്ത യുഗത്തിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? അവിടെ ഒരു വലിയ കോടതിയായിരുന്നു. സ്തോത്രം. കണക്ക് പുസ്തകങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും വേണ്ടിയുള്ള കണക്ക് പുസ്തകങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അവിടെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കണക്കുണ്ട്, അവിടെയും കണക്കുണ്ട്. സ്തോത്രം. അവിടെ കണക്ക് കാര്യങ്ങൾ എല്ലാം കർത്താവ് മുമ്പാകെ ഈ വിശുദ്ധ കോടതിയുടെ മുമ്പാകെ തീർക്കുന്ന ഒരു അനുഭവമാണ് ദൈവ രാജ്യം എന്ന് പറയുന്നത്. കർത്താവ് സ്തോത്രം. കണക്ക് തീർക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും അവരുടെ കണക്ക് ഇങ്ങനെ തയ്യാറാക്കി വെച്ചു. എപ്പോ തയ്യാറാക്കി വെച്ചോണമെന്നാണ്? ഏത് സമയത്തും. കാരണം നമുക്ക് ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആർക്കും അറിയത്തില്ല എപ്പോഴാണ് കണക്ക് മേടിക്കാനായിട്ട് എന്നെ വിളിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഏത് സമയത്തും ദൈവത്തിന്റെ പൈതലിനോട് പറഞ്ഞിരിക്കുക, ദൈവ പൈതലെ, നീ നിന്റെ കണക്കുമായിട്ട് തയ്യാറായി നിന്നോണം. ജീവിതത്തിന്റെ കണക്ക് കർത്താവിന്റെ കയ്യിൽ തീർക്കാൻ. ഹല്ലേലൂയ. ബാധ്യതയുണ്ട്. ദൈവം പരമേൽപ്പിച്ചതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും കണക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദൈവ പൈതലും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. കർത്താവിന് സ്തോത്രം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ കണ്ടു. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാനായിട്ട് കൽപ്പിച്ചു. 10,000 താലന്ത്. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, ഒരു വലിയ ഹ്യൂജ് എമൗണ്ട്. ഒരു ഉദ്ദേശം പറഞ്ഞാൽ ഒരു താലന്ത് എന്ന് പറയുന്നത് $400,000. ഒരു താലന്ത് $400,000. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അങ്ങനെ എളുപ്പം ചിന്തിക്കാൻ പറ്റുന്ന ഒരു തുകയല്ല. ഹെരോദ രാജാവിന്റെ ഒരു വർഷത്തെ കരം തന്റെ രാജ്യത്തിൽ നിന്ന് മുഴുവനും കൂടെ കിട്ടുന്നത്
9,000 talents ആണ്. 9,000 താലന്ത് ഒരു വർഷം ആ രാജാവിന്റെ എല്ലായിടത്തും നിന്നും അദ്ദേഹത്തിന് കിട്ടാറുള്ളൂ. അപ്പോൾ സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ 10,000 talents എന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ ഇത്രയും താലന്ത് കൊടുക്കാനുള്ള ഈ മനുഷ്യൻ വീട്ടുവാൻ വകയില്ലാകിയാൽ ഭാര്യയെയും അവനുള്ളതൊക്കെയും വിറ്റ്, കർത്താവ് ഇവിടെ പറയുന്നത് ഈ ബാധ്യത കൂടിക്കഴിഞ്ഞാൽ നിന്റെ ഭാര്യ നിന്റേതല്ല, നിന്റെ മക്കളും നിന്റെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ബാധ്യത അത് സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. അൺവേർത്തി. അതുകൊണ്ടാണ് നിന്റെ ഭാര്യയെ വിറ്റ്, നിന്റെ മക്കളെയും വിറ്റുകളാം. നിനക്ക് കുടുംബസ്ഥനായി ജീവിക്കാനുള്ളതായ യോഗ്യതകളൊന്നും. കർത്താവിന്റെ സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ the church, ദൈവത്തിന്റെ വിശുദ്ധ സഭ എന്നുള്ളതാണ്. ആ വിശുദ്ധ സഭ ദൈവത്തിന്റെ പ്രമാണപ്രകാരം പണിതെടുക്കണമെങ്കിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ സാധ്യമാകത്തുള്ളൂ. ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചാൽ രണ്ടാമത്തെ ആ ചെറിയ ദാസൻ 100 താലന്ത് 100 വെള്ളിക്കാശ് കടപ്പെട്ടവൻ അവന് ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒന്നാമത്തെ ആൾ പറഞ്ഞേക്കുന്നത് അവൻ വീണ് ആരാധിച്ച്, യജമാനനെ എന്നോട് ക്ഷമയുണ്ടാകണം. വീണ് അവൻ എന്താണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞേ? കടക്കാരൻ വീണ് ആരാധിച്ചു. രണ്ടാമത്തെ അവൻ വീണ് ആരാധിച്ചു എന്ന് ഇവിടെ എഴുതിയിട്ടില്ല, വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അവിടെ 29-ാം വാക്യത്തിൽ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ ഒന്നാമത്തവൻ രാജാവിനോട് കടംപെട്ടവൻ വീണ് നമസ്കരിച്ചു, ഞാൻ തന്നുകൊള്ളാം. ഈ രാവിലെ ഇവിടെ ഇരിക്കുമ്പോ ഭയത്തോടെ, ഭക്തിയോടെ, താഴ്മയോടെ, വിനയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള കാരണം ഒരു വലിയ കടം എനിക്ക് എന്റെ ദൈവത്തോടുണ്ടെന്നുള്ളത് കൊണ്ട്. ആ തോന്നലില്ലാത്തവർക്ക് ചാരി ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞിറങ്ങിപ്പോകും. എന്നാൽ ആ നല്ല ബോധ്യമുള്ളവര് വീണ് നമസ്കരിക്കുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത്? നീ യോഗ്യൻ കുഞ്ഞാടേ, നീ യോഗ്യൻ കുഞ്ഞാടേ, നീ യോഗ്യൻ. ഇതെനിക്ക് പിരിക്കാൻ കഴിഞ്ഞത് ഹല്ലേലൂയ എന്റെ കടം നീ കൊടുത്തത് കൊണ്ടാണ്, എന്റെ ബാധ്യത നീ കൊടുത്തത് കൊണ്ടാണ്, നിന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര അവസരം കിട്ടുന്നു അത്രയും അവസരങ്ങളും ഹല്ലേലൂയ, എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി ഉപയോഗിച്ച് ഹല്ലേലൂയ, എത്ര ആനന്ദമുണ്ടോ അത്രയും ആനന്ദം ഉപയോഗിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ജീവിതം മുഴുവനും ഒരു ബാധ്യതയായി തീർന്നു. ലോകത്തിൽ ആരോടുമല്ല, ആ ദൈവത്തോട്. കർത്താവേ, എന്റെ ജീവിതം എന്റേതല്ല, എന്റെ ജീവിതം നിന്റേതാണ്. ഞാൻ ഇന്ന് ശ്വാസം അനുഭവിക്കുന്നത് നിന്റെ കൃപയാണ്, ഞാൻ ഭക്ഷിക്കുന്നത് നിന്റെ കൃപയാണ്, ഞാൻ ഇന്ന് നടക്കുന്നത് നിന്റെ കൃപയാണ്, ഞാൻ ജീവനോട് ഇരിക്കുന്നത് നിന്റെ കൃപയാണ്. ഹല്ലേലൂയ. എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതെല്ലാം നിന്റെ കൃപയാണ്. ഇതിനെല്ലാം എനിക്ക് നിന്നോടൊരു കണക്കുണ്ട് കർത്താവേ. ആ കണക്കിൽ ദൈവവേദിലെ ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഇവിടെ വെച്ച് കൊടുക്കണം. എത്ര കൊടുത്താലും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, എന്നാൽ ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റുന്നതല്ല ഇവിടെ വെച്ച് കൊടുക്കണം. ഹല്ലേലൂയ. അതിനാണ് ഈ സഭ ഒരു അവസരം തരുന്നത് ദൈവമക്കൾക്ക്. കർത്താവ് ഇതുകൊണ്ടാണ് സഭ സ്ഥാപിച്ചത്, ദൈവത്തിന് കൊടുക്കാനുള്ളത് ഒരു കണക്കുണ്ട്. വീണ് നമസ്കരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ യജമാനൻ മനസ്സറിഞ്ഞ് അവനെ വിട്ടയച്ചു. കടവ് വിടത്തി കളഞ്ഞ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുത്തനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന്
പറഞ്ഞിരിക്കുന്നത്. മലയാളികളായി നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകാനൊരു പ്രയാസമില്ല. നമ്മൾ സാധാരണ നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇത് കണ്ടിട്ടുണ്ട്. തൊണ്ടയ്ക്ക് പിടിക്കുന്നതും ഞെക്കുന്നതും മറ്റോ കപ്പത്തോടും കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഇതൊക്കെ മനുഷ്യർക്ക് അങ്ങനെ അവിടെ ഇത് ഉടനെ പിന്നെ അന്വേഷണം വിളിക്കാനോ. എൻ്റെ നാട്ടിലെ ഒരു സഹോദരി രാത്രിയിൽ ഭർത്താവ് ഓടില്ലായിരുന്നു, പുള്ളിക്കാരി മക്കളും കൊണ്ടു നോക്കിയപ്പോൾ വാഴച്ചോട്ട് നിൽക്കുന്ന ഒരു മക്കളൻ. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അതേണ്ട ഒരു കള്ളം വന്നു ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് എടുത്ത വായിലെ പറഞ്ഞു ഒരു വണ്ടി വിട്ടു തരാൻ ഞാൻ ഉടനെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളാണ് നമ്മുടെ ഈ ദേശത്തുള്ളത്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് പിടിക്കണേ, തൊണ്ടയ്ക്ക് പിടിക്കാം. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവങ്ങൾ അവിടെ. അതൊക്കെ നമ്മുടെ നാടൻ പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ്. അവിടെ തൊണ്ടയ്ക്ക് പിടിക്കാം, ഭാഷമാടെ പുറത്ത് വീശാം, എന്തെല്ലാം എല്ലാത്തിനും ഉണ്ട് നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു 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 സ്ഥലം. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളും അവനെ കടവിലാക്കിച്ചു. ഇത് സംഭവിക്കാൻ അവര് കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതൊക്കെ യജമാനനെ കൂട്ടുദാസന്മാര് കണ്ട് ദുഃഖിച്ചു. ഹല്ലേലൂയ. എന്റെ വേണ്ടാത്ത ഒരു പ്രവൃത്തി കണ്ട് എന്റെ ഒരു സ്നേഹിതൻ ദുഃഖിച്ചാൽ അതങ്ങ് ചെയ്തു. നമ്മുടെ വേണ്ടാത്തൊരു പ്രവൃത്തി നമ്മുടെ സ്നേഹിതർ കണ്ട് ദുഃഖിച്ചാൽ മതി, അത് യജമാനന്റെ അടുത്ത്. അതുകൊണ്ട് ഈ പ്രമാണം നമ്മോട് പറയുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ ഞാൻ ആദ്യം നീട്ടത്തില്ല. ആവർത്തനം 5-ന്റെ 6 മുതൽ 10 വരെ. I am the Lord thy God, which brought thee out of the land of Egypt, from the house of bondage. Thou shalt have none other gods before me. ആവർത്തനം, ഇറ്റ്സ് നമ്പേഴ്സ്. സംഖ്യ. No, it is numbers. സംഖ്യാപുസ്തകം 5-ന്റെ 6 മുതൽ. No. എല്ലാരും ആവർത്തനമായി എടുക്കുന്നേ. അങ്ങനെ പറഞ്ഞേ സംഖ്യ. അതോ? I am sorry. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ പ്രമാണത്തിൽ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പലരെയും കുഴച്ചു, പലരും വായിച്ചു. നിങ്ങൾ വായിച്ചവരൊക്കെ ഞാൻ കുറ്റം പറഞ്ഞു. കുറ്റം എന്റേതായിരുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ ആരാധന ക്രമീകരണത്തിൽ ഒരു പോരായ്മ ഉണ്ടായി. ഞങ്ങൾ പലരും ചേർന്ന് ആലോചിച്ചാണ്. നാളെ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഞാൻ ഇത് തുറക്കുന്നത് രാവിലെ തുറക്കുന്നു, വൈകിട്ട് അടയ്ക്കുന്നു. രാവിലെ തുറന്നിട്ട് പോയി വൈകിട്ട് ഉണ്ടെന്ന് മനസ്സിലായി. സാധാരണ മറ്റാരും ഇത് അടയ്ക്കാനൊന്നും വരാറില്ല. പക്ഷേ ഞാൻ 7 മണിയായപ്പോൾ അറിഞ്ഞു ആരോ ഇടയ്ക്ക് വന്നത്. ഇങ്ങനെയാണത് പ്രാപ്തിക്ക് വന്നപ്പോൾ ലോക്കായി പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അത് മനഃപൂർവ്വം ക്ഷമിക്കണമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രമാണം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ
അവന്റെ കയ്യിൽ വേറെ ഒരുവന്റേത് ഒന്നും ഉണ്ടായിരിക്കരുത്. എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടായാൽ അവൻ അതിനോടുകൂടെ 1/5 കൂടെ ചേർത്ത് തിരിച്ചു കൊടുക്കണം. യെരൂശലേം ദേവാലയത്തിൽ പോയി ഒരാട്ടുകൊറ്റനെ യാഗം കഴിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെ മനുഷ്യരുമായിട്ട് ക്രമീകരിക്കേണ്ടത് മനുഷ്യരുമായിട്ട് ക്രമീകരിച്ച് ദൈവവുമായിട്ട് ക്രമീകരിക്കേണ്ടത് ദൈവവുമായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞ് മാത്രമേ എന്റെ ജനത്തിന്റെ ഭാഗമായി തുടരുവാനായിട്ട് അവന് അനുവാദമുള്ളൂ. കർത്താവിന് സ്തോത്രം. ഈ അവൻ മനുഷ്യന് ചെയ്യേണ്ടയാള് മരിച്ചു പോയാൽ എന്ത് ചെയ്യണം? അവന്റെ ചാർച്ചയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഇത് കൊടുത്ത് നഷ്ടപരിഹാരം വരുത്താൻ യോഗ്യരായി ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ആരുമില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യണം? പുരോഹിതന്റെ പക്കൽ കൊടുക്കണം. പുരോഹിതൻ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾക്കുള്ള ഒരു പ്രതിഫലമായിട്ട് പുരോഹിതന് അത് ഇരിക്കട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാണോ എനിക്ക് കൊടുത്തരണ്ട. അത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. പക്ഷേ ബാക്കി പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിലും അതുപോലെ ബാധകമാണ്. ഇത് മനുഷ്യനോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് കർത്താവേ ഞാൻ ആ പറഞ്ഞ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല. ആദ്യം മനുഷ്യനോട് പോയി പറഞ്ഞ ക്രമീകരണം. കർത്താവിന് സ്തോത്രം. 5-1 20% ചേർത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ആളവിടെ ഇല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് അടുത്ത ആള് എവിടാണ്? ഹൂസ്റ്റണിലാണെങ്കിൽ അവിടെ പോണം, ഫ്ലോറിഡയിലാണെങ്കിൽ അവിടെ പോണം, അതല്ല കേരളത്തിലാണെങ്കിൽ അവിടെ പോയി റെസ്റ്റിറ്റ്യൂഷൻ ആദ്യം നടത്തണം. കഴിഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ക്രമീകരിക്കണം. കർത്താവിന് സ്തോത്രം. ഇല്ലെങ്കിൽ കർത്താവ് ക്ഷമിക്കത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ദൈവമക്കളോട് പറയുന്നതായ ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണം പഴയ ദൈവമാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ അനുവാദമുള്ളതല്ല. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ പ്രമാണമാണ്. 34-ന്റെ 6-7 വാക്യങ്ങൾ. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സംരക്ഷിക്കുന്നവൻ. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, പോസിറ്റീവാണ് ആദ്യം പറഞ്ഞതല്ല. ഞാൻ ധാരാളം ക്ഷമിക്കുന്നവനാണ്, ഞാൻ ധാരാളം പൊറുക്കുന്നവനാണ്, ഞാൻ പാപങ്ങളെല്ലാം വഹിക്കുന്നവനാണ്, അതെല്ലാം എന്റെ മേൽ എടുക്കുന്നവനാണ്. എന്നാൽ മനുഷ്യന് അവസരം തന്നില്ല എങ്കിൽ അത് അവരുടെ മേൽ നിന്നത് സന്താനങ്ങളുടെ മേലൂടെ വെച്ചേക്കുന്നത് ദൈവത്തിന്റെ നിത്യമായ പ്രമാണം. ആ നിത്യമായ പ്രമാണം അങ്ങനെ ആയതുകൊണ്ട് യേശുക്രിസ്തു അത് വീണ്ടും തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും അവനോട് കരുണ തോന്നേണ്ടതല്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ നിന്നോട് ക്ഷമിച്ച എത്രയാണെന്ന് അറിയാമോ? 10,000 കാലം. ഇതിനോട് കണക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കണക്കുണ്ടാക്കാൻ പറ്റും. എന്നാൽ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള ബാധ്യത എത്രയാണെന്നറിയാമോ? $100.
കർത്താവ് സ്തോത്രം. ഇത്രയും കാര്യം പറഞ്ഞിട്ട് കർത്താവ് അവസാനം പറഞ്ഞു വാങ്ങി, നിങ്ങൾ ഓരോരുത്തരും നാഥാന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും. വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്ന വാക്കുകൾ തീരെ കുറച്ചേ ഉള്ളൂ. എന്തേ ഇതിപ്പോ വായിക്കുമ്പോൾ നമുക്ക് ആ പഴയ നിയമത്തിലെ പ്രമാണമാണ് നമ്മുടെ ഓർമ്മ വരുന്നത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം. നിന്റെ സഹോദരനോട് മനഃപൂർവ്വം നീ ക്ഷമിച്ചില്ല എങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല. ഈ 18-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ഒരു കാര്യം, ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിന് ദൈവത്തിന്റെ സന്നിധിയിലും കർത്താവിന്റെ കണക്ക് പുസ്തകത്തിനകത്തും ലോകത്തിലെ സഭയുടെ കണക്ക് പുസ്തകത്തിനകത്തും അസാധാരണമായ പ്രാധാന്യമുള്ള ഒരു പ്രമാണമാണ്. കർത്താവിന്റെ സ്തോത്രം അസാധാരണമായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞില്ല, നീ സഹോദരനെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞില്ല. നീ എന്നെ വെറുത്താൽ ഞാൻ നിന്നെ വെറുക്കുമെന്ന് പറഞ്ഞില്ല. ഇതെല്ലാം ദൈവം പറഞ്ഞു. നീ അവിശ്വസ്തനായാലും ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നീ ശത്രുവായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിന്റെ സഹോദരനോട് നീ മനഃപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ ഞാൻ നിന്നോട്. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് പറഞ്ഞതിന് ശേഷം കർത്താവ് ഇത് തന്നെ വീണ്ടും അവിടെയും പറഞ്ഞു, കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം. ഒരു വലിയ കണക്ക് നമ്മുടെ മുമ്പാകെ നമുക്ക് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് ക്ഷമിച്ചത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ തുകയാണ്. അത് നിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കണം, മനോഭാവങ്ങളെ സ്വാധീനിക്കണം, ജീവിതത്തെ സ്വാധീനിക്കണം, തീരുമാനങ്ങളെ സ്വാധീനിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് എന്ത് പ്രാപിച്ചാലും ആ പ്രാപിച്ചതിനനുസൃതമായ ഒരു വ്യത്യാസം ജീവിതത്തിന്, സ്വഭാവത്തിന് ഉണ്ടായിരിക്കണം. ദൈവം തന്നതിന്റെ വ്യത്യാസം ജീവിതത്തിൽ പ്രകടമാക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതെല്ലാം ജീവിതത്തിന്റെ രൂപാന്തരമായി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം തന്നതിന്റെ പ്രാപിച്ചതിന്റെ കണക്ക് ആ നാളിൽ നമ്മുടെ കരങ്ങൾ തരപ്പെട്ടിരിക്കാൻ അങ്ങനെ, കർത്താവേ നീ എന്നോട് ക്ഷമിച്ചപ്പോൾ എനിക്കൊരു വലിയ വ്യത്യാസം ഉണ്ടായി. ഞാൻ വ്യത്യാസം